പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൻ നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ സന്തോഷത്തോടെ ക്ഷേമത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവായ യേശു ഞങ്ങളുടെ മധ്യത്തിൽ ഓരോ സർവീസുകളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നല്ല, അനേക സൗഖ്യങ്ങൾ, അനേക ഡെലിവറൻസുകൾ, അനേകമായ വിടുതലുകൾ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സാക്ഷ്യങ്ങളാണ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ ആലയത്തിൽ ആദ്യമായി കടന്നു വരിക. വരുന്ന സമയത്ത് ഇങ്ങനെ ഓടി നടക്കുന്ന ആളല്ലായിരുന്നു. എത്ര വർഷമായി ബുദ്ധിമുട്ട് വന്നിട്ട്? കഴിഞ്ഞ 12 വർഷമായിട്ട് തന്റെ വലത് കാര്യം തനിക്ക് മടക്കാൻ കഴിയത്തില്ല. അസഹനീയമായ വേദനയായിരുന്നു. ഞാൻ പറഞ്ഞത് സ്റ്റെപ്പ് കയറണമെങ്കിലോ ബസ് കയറണമെങ്കിലോ ഈ കാലിൽ കേരളത്തിൽ ആട്ടോയിലാണ് പോകുന്നത്. ഈ കാലം മടക്കത്തില്ല. അങ്ങനെ ഞാൻ പറയുന്നത് സ്വന്തം വലത് കാല് കൈകൊണ്ട് ഒരു സ്റ്റെപ്പ് കയറണമെങ്കിൽ എന്ത് പറയണം? കാല് എടുത്ത് പൊക്കി വെച്ച ഇങ്ങോട്ട് വന്നത് അങ്ങനായിരുന്നു. തിരിച്ചിറങ്ങിയതോ? ശ്രദ്ധിക്കണം, 12 വർഷമായിട്ട് തന്റെ വലത് കാല് മുട്ടം ചെയ്യാൻ പറ്റുന്നില്ല, മടക്കാൻ കഴിയത്തില്ല. വലത് കാലില് ആലാമതി ഈ സ്റ്റെപ്പ് ഒന്ന് കയറി 12 വർഷമായിട്ട് ഒരാളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അല്ലെങ്കിൽ വലത് കാല് ഇങ്ങനെ സ്റ്റെപ്പ് കയറണമെങ്കിൽ കാലെടുത്ത് കൈയെടുത്ത് പിടിച്ചു വെച്ചാണ് കയറിയത്. പക്ഷേ ആരാധന മധ്യത്തിൽ കർത്താവായി വീക്ഷിക്കുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയായിരുന്നു. നിലവിൽ മെഡിസിൻ കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് തൊട്ടതിന് അടയാളം. സന്തോഷമുണ്ടോ? 12 വർഷമായിട്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സ. ശ്രദ്ധിച്ച് 12 വർഷത്തെ ഒരു നല്ലതൊന്ന് ഓടി നിന്നിട്ടുണ്ട്. ബാക്കിലോട്ടൊന്ന് ഓടി നടന്നത് 12 വർഷമായിട്ട് നടക്കാൻ കഴിയാത്തൊരവസ്ഥ. ആലോചിച്ചോക്കെ, ഒരു യാത്ര പോകണമെങ്കിൽ സ്വന്തം കാല് കൈകൊണ്ട് എടുത്തു വെച്ചത് വേണം. പക്ഷെ ഇന്ന് ഈ മാതാവിന് എന്തോ ഇല്ല, പൂർണ്ണമായ സൗഖ്യമാണ്. കാരണം ഉയർത്തി പ്രാർത്ഥിച്ചു. പിതാവേ, ഞങ്ങൾ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ മാതാവിന് പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ ബലവും, മനുഷ്യനെ ആശ്രയിക്കാനല്ല ദൈവത്തെ ആശ്രയിച്ചു തന്റെ ശരീരത്തിന്മേൽ ദൈവം സൗഖ്യം നൽകി. ആ സൗഖ്യം എന്നും എക്കാലവും നിലനിൽക്കട്ടെ, അത്ഭുതമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും യേശുവിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം വെളിപ്പെടട്ടെ. അവരെന്ത് പ്രയാസത്തോടായിരിക്കുന്നോ അതിന്മേൽ യേശുവിന്റെ വലിയ മഹത്വം ചലിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അഭിഷിക്തന്മാർ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ യേശുവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യമായി
കർത്താവ് അവരുടെ കടഭാരത്തെ, അവരുടെ ജോലിയിലുള്ള പ്രയാസത്തെ, ശുശ്രൂഷയിൽ കർത്താവെ മടുപ്പ് തോന്നുന്നവരുണ്ടെങ്കിൽ, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്നവരുണ്ടെങ്കിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവരുടെ മേൽ ഇതൊരു വലിയ വിടുതലായി മാറട്ടെ. കർത്താവ് നിങ്ങളെ ധാരാളമായി നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചർച്ച് കൊല്ലം ചിന്നക്കടയിൽ നിന്നും ബീച്ച് റോഡ് പോകുന്ന വഴി PW ഓഫീസിന്റെ അടുത്ത് തന്നെ ആയിരിക്കുന്നു. ഇത് അമല ബിൽഡിംഗ് എന്ന് പറയുന്ന പഴയ അമല ബേക്കറി നടത്തിയിരുന്ന ആ ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ചർച്ച്. വരാൻ കഴിയുന്നവരെല്ലാം ഈ ആരാധനയിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി നിറയ്ക്കട്ടെ. നമ്മുടെ ആരാധന സൺഡേ 9 മണി മുതൽ 12:30 വരെയും, ചൊവ്വാഴ്ച 10:30 മുതൽ 1:30 വരെയും, വെള്ളിയാഴ്ച 10:30 മുതൽ 1:30 വരെയും നമ്മുടെ സർവീസുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രെയർ ലൈൻ നമ്പറുകൾ ഞങ്ങൾ ഈ താഴെ കൊടുക്കുന്നു. നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും, ഏത് രാത്രിയെന്നോ പകലെന്നോ ഇല്ല, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. കർത്താവ് നിങ്ങൾ ധാരാളമായി നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.